കൃത്യമായിട്ടുള്ള കണക്ക് അനുസരിച്ചുകൊണ്ടാണ് ഇവ രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ഈ ഒരു പദത്തിന്റെ ആഴത്ര നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ സമയത്തിന്റെ മാനദണ്ഡം ഈ രണ്ട് ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഇവയുടെ കണക്കനുസരിച്ചിട്ടുള്ള സഞ്ചാരമാണ് നമ്മുടെ ഭൂമിയിലുള്ള സമയത്തിന്റെ ആധാരം. ഇപ്പൊ ഭൂമി വേഗത്തിൽ തിരിയുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സെക്കൻഡിൽ 1600 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരല്പം കുറയുകയോ കൂടുകയോ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള ദിവസത്തിന് അത് ബാധിക്കാൻ. അതായത് 1600 എന്നുള്ളത് 800 കിലോമീറ്റർ മണിക്കൂറിൽ ഭൂമി തിരിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ദിവസം 48 മണിക്കൂറായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്, 24 മണിക്കൂർ പകലും 24 മണിക്കൂർ രാത്രിയും അടങ്ങുന്ന സുദീർഘമായിട്ടുള്ള ദിവസമായിരിക്കും നമുക്ക് ഭൂമിയിൽ ലഭിക്കുക. ഇനി അതെങ്ങാനും ഇരട്ടിയായാൽ, അതായത് 1600 എന്നുള്ളത് 3200 ആയിരുന്നെങ്കിൽ നേരെ തിരിച്ച് ഭൂമിയുടെ ദിവസം അത് വെറും 12 മണിക്കൂറായിട്ട് മാറും. 6 മണിക്കൂർ രാത്രിയും 6 മണിക്കൂർ പകലും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ കൃത്യമായിട്ടൊരു വേഗത, അത് കണക്കനുസരിച്ച് ആ വേഗത നിലനിർത്തുന്നത് കൊണ്ടാണ് 24 മണിക്കൂറുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള ദിവസം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഭൂമി ഒരു തവണ കറങ്ങിത്തീരുന്ന സന്ദർഭത്തിലാണ് നമുക്കൊരു ദിവസം ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു വേഗത, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കാലങ്ങളായിട്ട് ഇതേ വേഗത കൃത്യമായിട്ട് കണക്കനുസരിച്ച് കൊണ്ട് ഭൂമി നിലനിർത്തുന്നത് കൊണ്ടാണ് ഭൂമിയിലുള്ള നമ്മുടെ ഈ ക്ലോക്കൊക്കെ നമുക്ക് ഇത്ര കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി തിരിയുക മാത്രമല്ല, നമുക്കറിയാം ഭൂമി അതിശക്തമായിട്ടുള്ള വേഗത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട്. 1,80,000 കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി ഓരോ സെക്കൻഡിലും 30 കിലോമീറ്റർ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര വേഗത്തിൽ ഭൂമി എങ്ങോട്ടാണ് നീങ്ങുന്നത് നമുക്കറിയാം. ഭൂമി അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ച് ഭൂമി സൂര്യനെ ഒരു തവണ കറങ്ങുകയാണ്. ഒരു തവണ സൂര്യനെ കറങ്ങിത്തീരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഭൂമിയിൽ ഒരു വർഷം പിന്നിടും. സുബ്ഹാനല്ലാഹ്. അതായത് അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഭൂമി ലക്ഷ്യമാക്കി പോകുന്ന ഈ സൂര്യനും അതും നിശ്ചലല്ല. സൂര്യനും അതിശക്തമായിട്ടുള്ള വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ, സൂറത്ത് യാസീൻ. സൂര്യൻ അതിന്റെ സൂര്യൻ അത് കൃത്യമായിട്ട് ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂര്യന്റെ സഞ്ചാര വേഗത അത്ഭുതമാണ്. കാരണം 7,92,000 കിലോമീറ്റർ പെർ ഹവർ, അതായത് 7 ലക്ഷം കിലോമീറ്റർ പെർ ഹവർ ആണ് സൂര്യന്റെ സഞ്ചാര വേഗത. ഇത്രയും വേഗതയിൽ സൂര്യനും സഞ്ചരിക്കുന്നുണ്ട്. ഇതേ രൂപത്തിൽ ഭൂമി ഈ വേഗതയിൽ സൂര്യനെ സഞ്ചരിച്ച് ഒരു തവണ അത് ചുറ്റിക്കഴിയുന്ന സന്ദർഭത്തിൽ നമുക്ക് ഭൂമിയിൽ ഒരു വർഷം ലഭിക്കുകയാണ്. അതായത് ചുരുക്കത്തിൽ ഒരാൾ 70 വയസ്സ് ജീവിച്ചു എന്ന്, ഭൂമിയിൽ ഞാൻ 70 വർഷം ജീവിച്ചു എന്ന് പറയുന്നതുകൊണ്ട് അയാൾ അർത്ഥമാക്കുന്നത് 70 തവണ ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയം അയാൾ ഭൂമിയിലകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. ഈ വർഷം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കാനുള്ള കാരണം ഇവയെല്ലാം കൃത്യമായിട്ടൊരു കണക്കുകളോടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ അത്ഭുതപ്പെടുന്ന മറ്റൊരായത്ത് സൂറത്ത് യൂനുസിന്റെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ. അവനാണ് സൂര്യനെ പ്രകാശവും ചന്ദ്രനെ പ്രഭയുമാക്കിയത്. എന്തിന്? എന്നിട്ട് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. നിങ്ങൾക്ക് വർഷങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ സംവിധാനിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഹിസാബ് എന്നുള്ള പദം അവിടെയും ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. വീണ്ടും സൂറത്തുൽ അൻആം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആന്റെ 6-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻആമിന്റെ 96-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വശംസ വൽ ഖമറ ഹുസ്ബാനൻ. അവിടെയും അതേ പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. സൂര്യനെയും ചന്ദ്രനെയും കണക്കുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതെന്ന് അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്.